നെക്സ്റ്റ് വരുന്നത് AK രാമാനുജൻ്റെ എ സ്റ്റോറി ആൻഡ് എ സോങ് എന്നുള്ള ഒരു ഫോക്ക് ടെയിലാണ് കേട്ടോ. അപ്പം സ്റ്റോറി ആൻഡ് എ സോങ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേറ്റഡ് ടെയിലാണ്. യഥാർത്ഥത്തിൽ ഇത് കന്നഡയിൽ എഴുതിയിരുന്നതാണ്, അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റഡ് ആണ്. AK രാമാനുജന് തന്നെ ഒരു കളക്ഷൻ ആയിട്ടുള്ള എ ഫ്ലവറിംഗ് ട്രീ എന്നുള്ള വർക്കിനകത്തു നിന്നാണ് ഈ ഒരു ഫോക്ക് ടെയിൽ എടുത്തിട്ടുള്ളത്. വളരെ ചെറിയൊരു ഫോക്ക് ടെയിലാണേ. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതിനകത്ത് നമുക്ക് ബിഫോർ ഗോയിങ് ഇൻ ടു ദി സ്റ്റോറി, ബിഫോർ ഗോയിങ് ഇൻ ടു ദ ഫോക്ക് ടെയിൽ, ഇപ്പം വേൾഡ് എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റിനുമുള്ള വേൾഡ് എന്ന് പറയുന്നത് സ്റ്റോറീസും സ്റ്റോറി ടെല്ലിങ്ങുമാണ് ഫുള്ള്, അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റോറീസ് ഇല്ലാത്തൊരു വേൾഡിനെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചൈൽഡ്ഹുഡ് തന്നെ ഇമാജിൻ ചെയ്യുന്നത്, നമുക്ക് കാർട്ടൂൺ നെറ്റ്വർക്ക്സ് ഒക്കെ 90s കിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2000 കിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവർക്കൊരു ഇമോഷനാണ്, അല്ലേ? അപ്പോൾ ആ കാർട്ടൂൺ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ ഒരു അതില്ലാത്ത ഒരു ചൈൽഡിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്താ പറയുക, സിൻഡ്രല്ല ഇല്ലാത്തൊരു ഒരു ചൈൽഡ്ഹുഡ് പീരീഡ്, അല്ലെങ്കിൽ സിൻഡ്രല്ല നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സ്റ്റോറിയാണ്. ഫാൻഡം, അല്ലെങ്കിൽ എന്താ പറയുക, ഗോസ്റ്റ് സ്റ്റോറീസ് ആണെങ്കിലും, രാമായണ അല്ലെങ്കിൽ മഹാഭാരത ടെയിൽസ് ആണെന്നുണ്ടെങ്കിലും, നമ്മൾ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. സോ സ്റ്റോറീസും ഫോക്ക് ടെയിൽസും ഇല്ലാത്തൊരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു ഗ്രോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വി കുഡൻറ്റ് ഇമാജിൻ ഇറ്റ്, അല്ലേ? അപ്പോൾ ഈ സ്റ്റോറീസ് എന്ന് പറയുന്നത് ദേ ആർ പാസ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ, അല്ല നമുക്ക് പറ്റത്തുമില്ല. അപ്പോൾ സ്റ്റോറീസ് എന്ന് പറയുന്നത് ഇറ്റ് നീഡ് ടു ബി ഹേർഡ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഷുഡ് ബി ടോൾഡ്. ഓക്കെ, ആരെങ്കിലും ഒരാൾ പറയണം, എന്നാലേ നമ്മൾ കേൾക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അറിയത്തുള്ളൂ. അപ്പോൾ സ്റ്റോറീസ് എന്ന് പറയുന്നത് ഒളിച്ചു വെക്കാനുള്ളൊരു കാര്യമല്ല. സോ അങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് സ്റ്റോറി ആൻഡ് ദ സോങ് എന്നുള്ള ഈ ഒരു ഫോക്ക് ടെയിലിനകത്തൂടെ AK രാമാനുജൻ പറയുന്നത്. വളരെ ചെറിയൊരു ഫോക്ക് ടെയിലാണ്, നല്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ നമുക്ക് AK രാമാനുജനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ AK രാമാനുജൻ ഒരു റിനൗണ്ട് ഇന്ത്യൻ പോയിറ്റ്, ട്രാൻസ്ലേറ്ററാണ്, ഫോക്ലോറിസ്റ്റാണ്, ഫോക്ക് ടെയിൽസ് ഒക്കെ എഴുതുന്ന ആളാണ്, സ്കോളറാണ്. ഇന്ത്യൻ ഫോക്ലോർ, ഓറൽ ട്രഡീഷൻസ്, ട്രാൻസ്ലേഷൻസിലൊക്കെ ഇദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻസീവായിട്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് തന്നെ ഡീൽ ചെയ്യുന്ന ഇന്ത്യൻ കൾച്ചർ, ഇതിനെയും കുറിച്ചൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളക്ഷനാണ് ഫ്ലവറിംഗ് ട്രീ എന്നുള്ളത്. അതിനകത്ത് ട്രഡീഷണൽ ഇന്ത്യൻ ഫോക്ക് ടെയിൽസ് എഴുതിയിരിക്കുകയാണ് അദ്ദേഹം ഫ്ലവറിംഗ് ട്രീ എന്നുള്ള കളക്ഷനകത്ത്. അപ്പോൾ ഇദ്ദേഹം ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ലിവിങ് എൻറ്റിറ്റി ആണെന്നാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ചേഞ്ച് ആൻഡ് ട്രാവൽ അക്രോസ് കൾച്ചർ. മാറ്റങ്ങളും വരും, അക്രോസ് കൾച്ചർ അതിന് ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഫോക്ക് ടെയിൽ എന്ന് പറയുന്ന ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റോറീസ് എന്ന് പറയുന്നത് ദേ ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. അപ്പം സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് നോട്ട് ആസ് എൻ എൻ്റർടൈൻമെൻ്റ് അല്ല, അതൊരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആക്റ്റാണ്. അപ്പോൾ സമ്മറി ഓഫ് ദി സ്റ്റോറി ഇതാണ്. ഒരു ഹൗസ് വൈഫ്, അവർക്കൊരു സ്റ്റോറിയും അറിയാം, ഒരു സോങ്ങും അറിയാം, പക്ഷെ അത് ആരും എടുത്തും ഇവർ ഷെയർ ചെയ്യുന്നില്ല. ഓവർ ടൈം ഈ സ്റ്റോറിയും സോങ്ങും ഇവരുടെ ഉള്ളിൽ കിടന്ന് സപ്രസ്ഡായി, ട്രാപ്ഡ് ആയിട്ട്, സഫക്കേറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. ഒരു ദിവസം രാത്രി അവർ ഈ സ്റ്റോറിയും സോങ്ങും ഇവരുടെ ഈ സ്ത്രീയുടെ മൗത്തിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് വൈൽ ഷീ സ്ലീപ്സ്. അപ്പോൾ ഈ ഒരു റിവെഞ്ച് എടുക്കാനെന്നുള്ള പോലെ ഈ സ്റ്റോറിയും സോങ്ങും കൂടി എന്ത് ചെയ്യുകയാണ്, സ്റ്റോറി ഒരു പെയർ ഓഫ് ഷൂസായിട്ട് മാറുന്നു, സോങ് എന്തായി മാറുവാണ്, ഒരു മാനിൻ്റെ കോട്ടായി മാറുവാണ് ചെയ്യുന്നത്, COAT കോട്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഹസ്ബൻഡ് വരുവാണ്. ഹസ്ബൻഡ് ഈ രണ്ട് ഒബ്ജക്ട്സ് കാണുന്നു, ഒരു ഷൂസും, ഒരു പെയർ ഓഫ് ഷൂസും, ഒരു മാനിൻ്റെ കോട്ട്. ആൻഡ് ഹീ സസ്പെക്ട്സ് ദാറ്റ്, ഹസ്ബൻഡ് സസ്പെക്ട് ചെയ്യുന്ന വേറെ ആരോ ഈ ഹൗസ് വിസിറ്റ് ചെയ്തു, വേറെ ഏതോ ആണുങ്ങൾ ഹൗസ് വിസിറ്റ് ചെയ്തു, അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി. ഹസ്ബൻഡ് എന്ത് ചെയ്യുവാണ്, ലീവ്സ് ദ ഹോം ആൻഡ് ഇദ്ദേഹം ഒരു ഹനുമാൻ ടെമ്പിളിൽ പോയി കിടക്കുകയാണ് ചെയ്യുന്നത്, ഉറങ്ങാൻ പോയി. ആ ദിവസം രാത്രി എന്ത് ചെയ്യുവാണ്, ലാമ്പ്, ഇവരുടെ വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന ലാമ്പ് ഈ അമ്പലത്തിൽ ഗ്യാദർ ചെയ്യുന്നു ഗോസിപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിലൊരു ലാമ്പ് ട്രൂത്ത് പറയുവാണ്, ഈ ക്വാറൽ ഹാപ്പൻ ചെയ്തത്, ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ക്വാറൽ എന്ന് പറയുന്നത് ഹാപ്പൻ ചെയ്തത് ബിക്കോസ് ഈ സ്ത്രീ സ്റ്റോറിയെക്കുറിച്ചോ പിന്നെ പാട്ടിനെക്കുറിച്ചോ ഇവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, അത് റിവീൽ ചെയ്തിട്ടുമില്ല. ഹസ്ബൻഡ് ഇത് ആക്സിഡൻ്റലി കേൾക്കുന്നു, അമ്പലത്തിൽ കിടന്നുറങ്ങുന്ന ഹസ്ബൻഡ് ഇത് കേൾക്കുന്നു, ഈ ഗോസിപ്പ്. ആൻഡ് ദെൻ ഹി റിയലൈസസ് ഹിസ് മിസ്റ്റേക്ക്. ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ പോവാണ്. എന്നിട്ട് ചോദിക്കുവാണ് സോങ്ങിൻ്റെയും സ്റ്റോറിയുടെയും കാര്യം, നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ എന്ത് ചെയ്യാണ്, ആ സ്റ്റോറിയുടെയും സോങ്ങിൻ്റെയും കാര്യം ഫോറവറായിട്ട് മറന്നു പോയിരുന്നു. എന്നുവെച്ചാൽ അവരുടെ മനസ്സിലിപ്പോൾ ഇല്ല, അത് പോയി. അപ്പോൾ സ്റ്റോറീസ്, ഇതിൻ്റെ മോറൽ ഇതാണ്, സ്റ്റോറീസ് മസ്റ്റ് ബി ടോൾഡ്, അതർവൈസ് എന്ത് ചെയ്യും, ഒന്നുകിൽ അത് നഷ്ടപ്പെട്ടു പോവും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഹാം ഉണ്ടാക്കും. ഇതാണ് ഫോക്ക് ടെയിൽ എന്ന് പറയുന്നത്. നാടോടി കഥയാണ്, സ്റ്റോറിയെക്കുറിച്ചും സോങ്ങിനെ കുറിച്ചും ഉള്ള.
അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ലിവിങ് എൻറ്റിറ്റിയാണ്. അതാണ് ഇതിനകത്ത് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോറി ആണെങ്കിലും സോങ് ആണെങ്കിലും അവരെ പേഴ്സോണിഫൈ ചെയ്തേക്കുവാണ്. അതായത് രണ്ടും നമ്മുടെ മനസ്സിലിരുന്നാൽ നമുക്കൊരു സഫക്കേഷൻ ഫീൽ ചെയ്യും, അത് എസ്കേപ്പ് ചെയ്യും, അത് റിവെഞ്ച് എടുക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വെച്ചാൽ സ്റ്റോറീസ് എന്ന് പറയുന്നത് ഒരു പാസീവ് ആയിട്ടൊരു കാര്യമോ നോൺ ലിവിങ് ആയിട്ടൊരു കാര്യമോ അല്ല, അവർ എലൈവ് ആൻഡ് ഡൈനാമിക് ആണ്. ഇവരുടെ സൈലൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡുമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും കോൺഫ്ലിക്റ്റിനും ഈ സ്റ്റോറിയും സോങ്ങും ഇവർക്ക് നഷ്ടപ്പെടാനും മറന്നു പോകാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വിത്ത്ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കത് എന്ത് സംഭവിക്കും, ഡാമേജ് സംഭവിക്കും. ഇനി സ്റ്റോറി ആൻഡ് സോങ് എന്ന് വെച്ചാൽ ഈ കഥയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്രിയേറ്റിവിറ്റി, കൾച്ചർ അല്ലെങ്കിൽ മെമ്മറിയാണ് സ്റ്റോറി ആൻഡ് സോങ് സിംബലൈസ് ചെയ്യുന്നത്. ഷൂസും കോട്ടും എന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ മനസ്സിലെ ആ ഒരു സപ്രസ്ഡ് ഐഡിയാസിനെ കാണിക്കുവാണ്. ലാമ്പ് ഗോസിപ്പ് ചെയ്യുന്ന, വിളക്കുകൾ ഗോസിപ്പ് ചെയ്യുന്ന എന്താണ്? കമ്മ്യൂണിറ്റി നോളജ് ആൻഡ് ട്രൂത്തിനെ കുറിച്ചാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ടെല്ലിങ് സ്റ്റോറീസും അത് എങ്ങനെ കൾച്ചറലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നുള്ളതുമാണ്. ഇപ്പോൾ സ്റ്റോറീസ് ഷെയർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റോറീസ് ഡിസപ്പിയർ ആയി മാറും അല്ലേ. അപ്പോൾ ഈ സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ നോളജ് പൊസസ്ഡ് ആണ്, അവർ പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ ഫെയിലായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ആണ് ഇവരിത് ഫേസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ സ്ത്രീകളുടെ വോയിസ് മിക്കവാറുള്ള ട്രഡീഷണൽ സൊസൈറ്റീസിലെല്ലാം എന്ത് ചെയ്ത് വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞേക്കുന്നത്, സപ്രസ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഈ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി സേഫ് ആക്കി വെക്കുവാണ്, പക്ഷേ അവസാനം അത് നഷ്ടപ്പെടുവാണ് ഇവർക്ക്. അപ്പോൾ സൈലൻസ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ആണെങ്കിലും പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് എന്തിലോട്ട് വരുമെന്നാണ് പറഞ്ഞത്? ഡിസ്ട്രക്ഷനിലോട്ട് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് എന്നുവെച്ചാൽ സ്റ്റോറീസ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റിക്കും ഇമോഷണൽ എക്സ്പ്രഷൻ്റെയും ഹ്യൂമൻ കണക്ഷൻ്റെയും ഒക്കെ ഒരു എസെൻഷ്യാലിറ്റിയാണ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. നോളജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് യൂസ്ലെസ് ആയി പോകും, അല്ലെങ്കിൽ നമുക്കത് ഹാം ക്രിയേറ്റ് ചെയ്യും. സൈലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? അത് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നു, ലോസ് ഉണ്ടാക്കുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ സ്റ്റോറി പറയുന്നതെന്ന് വെച്ചാൽ അൺടോൾഡ് സ്റ്റോറീസ് ആർ ഈസിലി ഫോർഗോട്ടൺ അല്ലേ. ആൻഡ് ഓൾസോ നമുക്ക് ആർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നുള്ള കാര്യത്തിന് നമുക്ക് ഒരിക്കലും ലോക്ക് ചെയ്ത് നമ്മുടെ മൈൻഡിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. അത് എപ്പോഴും എക്സ്പ്രഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നത്. അതായത് സ്റ്റോറീസിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെടുത്തെങ്കിലും അതിനെക്കുറിച്ച് പറയുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓറൽ ട്രഡീഷൻ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും സ്റ്റോറീസിലൂടെയാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷനെയോ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഡേഞ്ചറിനെ കുറിച്ചാണ് ഈ സ്റ്റോറിക്കകത്ത് പറയുന്നത്. അപ്പോൾ സ്റ്റോറീസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് അല്ല, ദേ ആർ ലിവിങ് ഫോഴ്സസ്. നമ്മുടെ ഹ്യൂമൻ ലൈഫും റിലേഷൻഷിപ്പും കൾച്ചറിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ലിവിങ് ഫോഴ്സാണെന്ന് പറയുന്ന സ്റ്റോറീസ് എന്ന് പറയുന്നത്.